ചൈനയും പാകിസ്ഥാനും ചേർന്നുകൊണ്ട് നിർമ്മിക്കുന്ന JF-17 എന്ന് പറയുന്ന ഒരു യുദ്ധവിമാനമുണ്ട്. ഈ JF-17 യുദ്ധവിമാനം അസർബൈജാൻ വാങ്ങാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. ഏകദേശം 4.6 ബില്യൺ US$ ഡീല് അസർബൈജാൻ പാകിസ്ഥാൻ ചൈന സംയുക്തമായി നിർമ്മിക്കുന്ന JF-17 വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സൈൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും അസർബൈജാൻ പാകിസ്ഥാന്റെ ചേരിയിലുള്ള ഒരു രാജ്യമാണ്. അസർബൈജാൻ, പാകിസ്ഥാൻ, തുർക്കി ഇവരൊക്കെ ഒരു ചേരിയുടെ ഭാഗമാണ്. ഈ അസർബൈജാനുമായിട്ട് ഉടക്കി നിൽക്കുന്ന രാജ്യമാണ് അർമേനിയ. ചരിത്രപരമായി പരിശോധിച്ചാൽ റഷ്യയെ വിശ്വസിച്ച് എല്ലാ കാലവും കൂടെ നിന്നിട്ടുള്ള ഒരു ചരിത്രമാണ് അർമേനിയയ്ക്ക്. ആദ്യഘട്ടങ്ങളിലെല്ലാം റഷ്യ അർമേനിയയെ സഹായിച്ചിട്ടുമുണ്ട്. പക്ഷേ ഒരു ഘട്ടം എത്തിയപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയതോടെ റഷ്യ അർമേനിയയ്ക്ക് കൊടുക്കുന്ന ആ സപ്പോർട്ട് പതിയെ പിൻവലിച്ച് തുർക്കിയുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അസർബൈജാന് ചെറിയ രീതിയിൽ പിന്തുണ കൊടുക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ഈ റഷ്യയുടെ സപ്പോർട്ട് കിട്ടാതിരുന്ന ആ ഒരു കാലയളവിൽ അർമേനിയയുടെ പല അതിർത്തി പ്രദേശങ്ങൾ ഈ അസർബൈജാൻ പിടിച്ചെടുക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. റഷ്യ തങ്ങളെ ചതിച്ചു എന്നാണ് അർമേനിയ പൊതുവെ കരുതുന്നത്. കാരണം റഷ്യയുടെ ആയുധങ്ങളാണ് അർമേനിയ ഉപയോഗിക്കുന്നത്. Su-30 പോലെയുള്ള യുദ്ധവിമാനങ്ങളും അർമേനിയയുടെ കയ്യിലുണ്ട്. പക്ഷേ റഷ്യ ആവശ്യം വന്നപ്പോൾ അസർബൈജാൻ ആക്രമിച്ച സമയത്ത് നിഷ്പക്ഷമായി നിന്നു, ഒന്നും ചെയ്തില്ല അല്ലെങ്കിൽ സഹായിച്ചില്ല എന്നൊരു ആക്ഷേപം അർമേനിയയ്ക്കുണ്ട്. അടുത്ത കാലത്തായിട്ട് അർമേനിയ ഇന്ത്യയുമായിട്ട് വളരെയധികം അടുത്തിട്ടുണ്ട്. ഈ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം റഷ്യയുടെ മേൽ ഒരുപാട് ഉപരോധങ്ങളും വന്നുവല്ലോ. ഈ സമയത്ത് അർമേനിയ റഷ്യയുടെ അകലം പാലിക്കാൻ തുടങ്ങി. അതേസമയത്ത് ഇന്ത്യയുമായിട്ട് അടുക്കാനും തുടങ്ങി. ഇന്ത്യയുടെ Su-30 MKI വേരിയന്റിനോട് അർമേനിയയ്ക്ക് ചെറിയ താല്പര്യമുണ്ട്. JF-17 എന്ന് പറയുന്ന യുദ്ധവിമാനം Su-30യെ അപേക്ഷിച്ച് വളരെ പരിമിതികൾ ഉള്ള ഒരു യുദ്ധവിമാനമാണ്. Su-30 മികച്ച ഒരു യുദ്ധവിമാനമാണ്. പക്ഷേ ഇന്ത്യയുടെ Su-30 MKI എന്ന് പറയുന്നത് ഇന്ത്യ തദ്ദേശീയമായിട്ട് ലൈസൻസ് ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന, ഇന്ത്യയുടെ ആയുധങ്ങളും ഇന്ത്യയുടെ ടെക്നോളജിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മികച്ച യുദ്ധവിമാനമാണ്. അപ്പോൾ Su-30 MKI കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ഒരു ആഗ്രഹം അർമേനിയയ്ക്കുണ്ട്. കാരണം Su-30 എന്ന് പറയുന്ന അവരുടെ കയ്യിലിരിക്കുന്ന വേരിയന്റിനേക്കാൾ മികച്ചതാണ് MKI എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഈ ഒരു പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അർമേനിയ മുന്നോട്ട് പോകാൻ ചില ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് സൂചനകളുണ്ട്. ചിലപ്പോൾ ഈ ഇന്ത്യയുടെ സഹായത്തോടെ Su-30 MKI എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങൾ ചെറിയൊരു നമ്പർ ആണെങ്കിൽ കൂടി ഇന്ത്യയിൽ നിന്ന് വാങ്ങാനുള്ള സാധ്യതകളെക്കുറിച്ചും അർമേനിയ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഇന്ത്യയുമായിട്ട് വ്യാപാര ബന്ധം, പ്രത്യേകിച്ച് ഡിഫൻസ് മേഖലയിൽ ശക്തിപ്പെടുത്താനുള്ള ഒരു തീരുമാനമാണ് അർമേനിയയ്ക്കുള്ളത്. ഒരു ഭാഗത്ത് അസർബൈജാനെ തുർക്കിയും പാകിസ്ഥാനും സപ്പോർട്ട് ചെയ്യുന്നു. അർമേനിയ ഇന്ത്യയുടെ സഹായം തേടുന്ന ഒരു നിലയിലേക്ക് മാറുകയാണ്. ഇതേ സമയത്ത് തന്നെ മറ്റൊരു കാര്യം കൂടി നമുക്ക് കാണാൻ കഴിയും. ഗ്രീസിനെതിരായിട്ട് ശക്തമായ സോഷ്യൽ മീഡിയ മാധ്യമ ആക്രമണങ്ങൾ തുർക്കിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. തുർക്കി ബംഗ്ലാദേശിൽ ഇടപെടുന്നുണ്ട്. അപ്പൊ തുർക്കിയും പാകിസ്ഥാനും ചൈനയും ഒക്കെ ചേർന്നുകൊണ്ട് പല തരത്തിൽ ഗ്രൂപ്പായിട്ട് നിന്നുകൊണ്ടുള്ള കളികൾ കളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പലപ്പോഴും റഷ്യ ഒന്നും ചെയ്യാതെ മിണ്ടാതെ നിൽക്കുകയാണ്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഇന്ത്യയുടേതായ താല്പര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ത് ചെയ്യാണ്, ഇവരെ കൗണ്ടർ ചെയ്തുകൊണ്ടുള്ള ഗ്രൂപ്പ് ഇന്ത്യയും ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. അർമേനിയയ്ക്ക് കൂടുതൽ ആയുധങ്ങൾ ഇന്ത്യ കൊടുക്കാൻ സാധ്യതയുണ്ട്. ഓൾറെഡി നമ്മൾ ആകാശ് മിസൈല്, പിനാക റോക്കറ്റ് സിസ്റ്റം പോലെയുള്ളവ കയറ്റുമതി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ കൂടുതൽ ആയുധങ്ങൾ ചിലപ്പോൾ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, മികച്ച സംവിധാനങ്ങൾ ഉൾപ്പെടെ അർമേനിയയ്ക്ക് നൽകാൻ സാധ്യതയുണ്ട്. ഗ്രീസുമായിട്ട് ഇന്ത്യ കൂടുതൽ അടുത്ത് ഇടപെടാനും കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിക്കാനും സാധ്യത കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ലോകം പല ചേരികളായി, പല ഗ്രൂപ്പുകളായിട്ട് മാറുകയാണ്. പലതരം രാഷ്ട്രീയം അതിൻ്റെ പുറകിലുണ്ട്. തുർക്കിയും പാകിസ്ഥാനും ഇസ്ലാമിക എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അത്തരം രാജ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ കളികളൊക്കെ കളിക്കുന്നത്. വർഗീയമായ ചേരിയാണ് ഉണ്ടാക്കുന്നത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ചില അജണ്ടകൾക്ക് വേണ്ടി അവരിതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇപ്പം അസർബൈജാൻ, തുർക്കി, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇതെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളാണ്. എന്നാൽ ഇവരെ എതിർക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഗ്രീസിൻ്റെത് മറ്റൊരു ചരിത്രമാണ്. ഇന്ത്യയുടെ ചരിത്രം കുറച്ച് ഡിഫറൻ്റ് ആണ്. അതുപോലെ തന്നെ അർമേനിയയുടേത് മറ്റൊരു ചരിത്രവും മറ്റൊരു പശ്ചാത്തലവും മറ്റൊരു സംസ്കാരവുമാണ്. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് രൂപപ്പെടുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തുർക്കി ഇന്ത്യയുടെ ഒരു പ്രധാന ശത്രു എന്ന നിലയിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അർമേനിയയും ഗ്രീസും ഇന്ത്യയുടെ അടുത്ത സുഹൃത്ത് രാജ്യങ്ങൾ എന്ന നിലയിലേക്കും ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ എന്ന നിലയിലേക്കും മാറുകയുമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.